എത്രയോ കഥകളിൽ നമ്മൾ കേട്ടിരിക്കുന്നു അമ്മേ. എത്ര പേര് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ക്ഷേത്രത്തില് ദേവനെ പൂജിക്കുന്ന ദേവനാരായണൻ തിരുമേനി ആഭിചാര കർമ്മങ്ങൾക്ക് വരെ അനുമതി കൊടുക്കണമെങ്കിൽ അതിന്റെ രൂക്ഷത അമ്മയ്ക്ക് മനസ്സിലാവില്ലേ? തൽക്കാലം പ്രിയങ്കയുടെ ആത്മാവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യവും ഏട്ടത്തി ചെയ്യാതെ നോക്കണം. ഏട്ടത്തി എന്നല്ല, നമ്മളെല്ലാവരും. അല്ലേ കൽപ്പനെ? ആ, രാധികയുടെ വരവായിരിക്കും ആത്മാവിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമല്ലേ അത്? ആ, നമ്മളോട് ദേഷ്യം തോന്നുകയും നമ്മളെ പ്രകോപിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ വരുണിനോട് രാധികയോടും പ്രതികാരം ചെയ്യാതിരുന്നാ മതി. എനിക്കാകെ പേടിയായിട്ട് വയ്യ. ഞാൻ കുറച്ചു നേരം പൂജാമുറി ചെന്നിരിക്കട്ടെ. എന്നാ അമ്മ ചെല്ല്. സൂക്ഷിക്കാനുള്ളത് സൂക്ഷിച്ചേ പറ്റൂ അമ്മ. അയ്യോ ഈശ്വര. കൽപ്പന, കാര്യങ്ങളെല്ലാം വിചാരിച്ചെടുത്തുനിന്ന് മുന്നോട്ട് പോവാ. ഒരു പേടി കൂടി ഏട്ടത്തിയുടെ മനസ്സിൽ തട്ടിയാ ഏട്ടത്തി ഇത് പൂർണ്ണമായും വിശ്വസിക്കും. അതിന് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ചെറിയമ്മേ, കാണിച്ചു കൊടുക്കാം. എല്ലാം കൂടി അവസാനം രാധികയിലേക്ക് എത്തിക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഞാൻ എപ്പോഴും പറയാറില്ലേ ചെറിയമ്മേ, ഒരവസരം നമ്മുടെ മുമ്പിലും വരുമെന്ന്. അതെ, ഇതാ. ആ, നമുക്ക് നോക്കാം. കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു. കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്ന് അവർ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും ഇതുവരെ അവരവിടെ എത്തിയിട്ടില്ല. അതിനർത്ഥം ഒരുപക്ഷെ അവർ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ പെട്ടുവെന്നല്ലേ? അതിനാണ് സാധ്യത. അന്വേഷണ സംഘം അരിച്ചു പറക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ അവരുണ്ടോ എന്ന് താനൊന്നറിയണം. എന്നിട്ട് ഏതു വിധത്തിലാണ് അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതെന്നും താനൊന്ന് അന്വേഷിക്കണം. ചന്ദ്രശേഖര, ഇക്കാര്യത്തിലൊരു ഉപായം അന്വേഷിച്ച് എന്നെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്നും തലയൂരാൻ എന്താണ് മാർഗമെന്ന് തന്നെ വിളിച്ച് ചോദിക്കാതിരിക്കായിരുന്നു. കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ആരും സ്വയം രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ഈ കാര്യത്തിൽ തന്നോട് ഒന്നും സംസാരിക്കാനില്ല. ഒരുപക്ഷെ എന്റെ ഫോൺ അവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ? നമ്മൾ തമ്മിലുള്ള സംസാരം മതി എല്ലാം അവസാനിക്കാൻ. എടോ, താൻ മറ്റെന്തെങ്കിലും മാർഗം നോക്ക് ചന്ദ്രശേഖര. അതെ, ആ സിയെയും മറുകണ്ഠം ചാടുക. അയാളെ അങ്ങ് കൊന്നാലോ? നിർത്തറ. കൊല്ലാന്ന് പറയുന്നല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നേരെ ജോയി ഇതുവരെ ചെയ്തിട്ടുണ്ടോ? നീ ഉണ്ടാക്കി വെച്ച അബദ്ധങ്ങൾക്ക് ഞാനിപ്പോ കൂലി കൊടുക്കേണ്ടി വരുന്നേ. ഞാൻ എന്ത് ചെയ്തു അച്ഛൻ പറയുന്നത്? ഞാൻ ഈ പ്രായത്തിൽ സൗഭാഗ്യങ്ങൾ മോഹിക്കുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിനക്ക് വേണ്ടിയിട്ടാ. അവസാനമാകുമ്പോ നീയും എന്നെ ഒറ്റക്കൊടുക്കുമെന്ന എന്റെ പേടി. അച്ഛൻ വെറുതെ ടെൻഷനിൽ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയവര് എവിടെ എത്തിയെന്ന് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അന്വേഷിക്കാം. അവരുടെ കൂട്ടുകാരെങ്കിലും ഫോളോ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ അവരിൽ ഓരോരുത്തരുടെയും വീട് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കാം. എന്റെ മുത്തശ്ശി, അവിടെ നടന്ന അത്ഭുതങ്ങളിൽ നിന്നും ഞാൻ ദേ ഇപ്പോഴും പുറത്തു കടന്നിട്ടില്ല. എന്തു പറ്റി? ചോദിച്ചോ. മോൾക്ക് അമ്മയുടെ സമ്മാനം എന്തായിരുന്നു? അതെന്താന്നറിയോ നിങ്ങക്ക്? എണ്ണം പറഞ്ഞൊരു കാർ, അതും ഷോറൂമിൽ പോയി എടുക്കാൻ. ഇതാ മേഡം അത് പേ ചെയ്യുന്നു. ഓ,
ഞങ്ങളത് വാങ്ങിച്ചൊന്നുമില്ല അമ്മേ. അതിനു പകരം ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തു. അതെന്താ? അത് ഇവിടെ അടുത്ത് പ്രായമായവര് താമസിക്കുന്ന ഒരു ആശ്രമം ഉണ്ടല്ലോ, അവർക്ക് ഒരു ആംബുലൻസ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അത് നല്ല കാര്യല്ലേ? അത് നല്ല കാര്യ മോളെ. ഇങ്ങനെയൊക്കെയാ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത്. കാറ് വാങ്ങാനുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്തിനാ വീണ്ടും ഒരു കാറ്? നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ഓടിക്കൂടി കിടന്ന് ഓടട്ടെ. അത് സമ്മാനത്തിന്റെ കാര്യം. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത് പിതാമേടത്തിന് ഇയാളോടുള്ള സ്നേഹമാണ്. എന്റെ അമ്മയെ സ്വന്തം മക്കളെ പോലും ഒരമ്മയ്ക്ക് ഇത്രയും സ്നേഹിക്കാൻ പറ്റില്ല. എടാ, അതെല്ലാവർക്കും മനസ്സിലായ കാര്യമല്ലേ? രാധികയുടെ എല്ലാ കാര്യങ്ങളും ഒരർത്ഥത്തില് പിതാമേടം തന്നെയല്ലേ ചെയ്യുന്നത്. ആറ്റുവശ്ശേരിയുടെ കാര്യമായാലും മ്യൂസിക് സ്കൂളിലെ കാര്യമായാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കേസിൽ പെട്ടപ്പോ കോടതിയിലെ കാര്യമായാലും. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം, ഇതിന്റെ പുറകില് വേറെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോന്ന്. എന്ത് ദുരൂഹത? അമ്മേ, ഫിദ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാണ് ഈ അന്വേഷണം. ഫിദ മാഡത്തിന് എന്നോടുള്ള സ്നേഹം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇപ്പോ? എടോ, താൻ നോക്കിക്കോ, എന്റെ കണക്കൂട്ടലുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ദേ ഈ സ്നേഹത്തിന്റെ പുറകില് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഉണ്ടാവും. ഞാനത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യും. അമ്മ ചുമ്മാ പറയാ. അല്ലല്ല, ചുമ്മാ പറയുന്നൊന്നുമല്ല. പിന്നെ അങ്ങനെ മോളെ, നീ തർക്കിക്കാനൊന്നും നിക്കണ്ട. ഇവൻ പിന്നെ അതിൽ നിന്ന് വിടുന്ന പ്രശ്നമില്ല. മോള് പോയി ഡ്രസ് മാറ്റിയിട്ട് വാ. ശരി അമ്മ.